Good morning. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? Consider the polynomial p of x is equal to 2x square minus 7x plus 9. What is the value of p of 2? നമ്മൾ രണ്ടു തവണ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പം ചെയ്യാനല്ലേ. നമുക്ക് ഞാൻ p of x എന്ന് എഴുതുവാണ്. p of x is equal to 2x square minus 7x plus 9. ഇതാണ് നമ്മുടെ p of x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് p of 2. എന്താ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്കറിയാം. അത് തന്നെ എക്സിന്റെ സ്ഥാനത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്നാ എഴുതും 2 × 2 സ്ക്വയർ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുവാണ്. 7 × എക്സിന്റെ സ്ഥാനത്ത് 2 then പ്ലസ് 9 ഈസ് ഈക്വൽ ടു 2 × 2 സ്ക്വയർ എത്രയാ 4 അല്ലേ മൈനസ് 7 × 2 14 പ്ലസ് 9 ഇവിടെ 4 × 2 8 മൈനസ് 14 പ്ലസ് 9. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പ്ലസ് എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാം എന്നിട്ട് മൈനസ് ചെയ്യാം. ഇവിടെ 9ഉം 8ഉം പ്ലസ് സൈൻ ആണല്ലോ. അപ്പൊ ഇത് എത്ര വരും 17. 9 + 8 17 മൈനസ് 14 എത്ര വരും 3 അല്ലേ. 17 40 വരും പ്ലസ് 7 മൈനസ് 14 വലുതിന് ചേർന്ന് കുറയ്ക്കുക വലുതിന്റെ സൈൻ കൊടുക്കുക അതൊക്കെ നോക്കരുത്. അപ്പൊ നമുക്ക് വാല്യൂ എത്ര കിട്ടി ഇവിടെ നിങ്ങൾ എടുത്തെഴുതണേ. p of 2 is equal to 3 കേട്ടോ. എന്ത് ആൻസർ കിട്ടിയാലും നമ്മൾ എടുത്തെഴുതണം. അപ്പം ടീച്ചേഴ്സ് നിങ്ങൾ SSLC ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എളുപ്പമാകും. ഓക്കെ ഇനി അടുത്ത ബാക്കി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ p of x minus p of 2 is equal to 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നമുക്ക് p of x ഉണ്ട്. എത്രയാ p of x 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 9 അല്ലേ p of x എന്ന് പറയുന്നത്. ഓക്കെ അതിനകത്തുനിന്ന് p of 2 കുറയ്ക്കണം. p of 2ന്റെ വാല്യൂ നമുക്കിപ്പോ കിട്ടി എത്രയാ 3. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് മൈനസ് ചെയ്യണേ. എക്സ് സ്ക്വയർ ടേം വേറെ ഇല്ലാത്തതുകൊണ്ട് 2x സ്ക്വയർ എക്സ് ടേം വേറെ ഇല്ലാത്തതുകൊണ്ട് 7x. ഇനി ഇവിടെ ന്യൂമറിക്കൽ ടേംസ് ഉണ്ടല്ലോ ഏതൊക്കെയാണ് 9ഉം 3ഉം പ്ലസ് 9 മൈനസ് 3. അപ്പൊ എത്ര വരും കുറയ്ക്കുമ്പം വലുതിന്റെ സൈൻ ഉണ്ടോ അല്ലേ പ്ലസ് 6 അല്ലേ 9 × 3 = 6 അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി എത്രയാണ് p of x minus p of 2 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര കിട്ടി 2x square minus 7x plus 6 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കി p of x minus p of 2 is equal to 0 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് p of x minus p of 2ന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട് നോക്കി 2x square minus 7x plus 6 എന്ന് കിട്ടിയില്ലേ. അപ്പം അതും എന്തിന് ഈക്വൽ ആയിരിക്കും 0ക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ p of x minus p of 2 is equal to 0 ആണെങ്കിൽ ഇതിന്റെ ആൻസർ ഇതാ. p of x ന് p of 2 കുറച്ചപ്പോൾ ഇതാ കിട്ടിയത്. അതും അപ്പോൾ ആർക്ക് ഈക്വൽ ആയിരിക്കും 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഫോർമുല തന്നെയാണ്. നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർമുല എന്നാ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ. ഓക്കെ ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് എയുടെ വാല്യൂ എത്രയാണ് a is equal to 2 b is equal to വെറും 7 ആണോ മൈനസ് 7 c is equal to 6. ഓക്കെ ഞാൻ എന്താണ് എപ്പോഴും മൈനസ് ആണോ എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ നിങ്ങൾ മറക്കരുത്. അതായത് നിങ്ങൾക്ക് ആ എക്സാം എഴുതുന്ന സമയത്ത് അന്നേരം ഓർക്ക് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഓർത്ത് നിങ്ങൾ എഴുതും. ഓക്കെ ഞാൻ ഇതിന്റെ വാല്യൂസ് കൊടുക്കാൻ പോവാണേ. മൈനസ് സൈൻ ഇട്ടു ബി എത്രയാണ് മൈനസ് ആണ്. അത് പ്രത്യേകം എഴുതണം കേട്ടോ. ഈ മൈനസ് അല്ല ഈ മൈനസ് ഇത് നമ്മുടെ ഇക്വേഷന്റെ മൈനസ് ആണ്. ഇത് ബിയുടെ വാല്യൂ. ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എത്രയായിരുന്നു മൈനസ് 7ന്റെ സ്ക്വയർ മൈനസ് 4 × എ എത്രയാണ് 2 × സി എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 2 × എ എത്രയാ 2 ഇസ് ഈക്വൽ ടു എന്നൊക്കെ ഈ മൈനസ് മൈനസ് എന്തായിട്ട് മാറും പ്ലസ്. ഇവർ ഇൻറ്റു ചെയ്യുമായിരുന്നു അല്ലേ. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പം പ്ലസ് 7 ആയി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ എത്ര വരും 49. എന്ത് പ്ലസ് 49 ആണോ മൈനസ് 49 ആണോ പ്ലസ് ആണ്. കാരണം മൈനസ് 7ന്റെ സ്ക്വയർ ആണ്. 7നെ സ്ക്വയർ ചെയ്യുന്ന പോലെ മൈനസിനെ സ്ക്വയർ ചെയ്യും. അപ്പൊ എത്ര വരും പോസിറ്റീവ് വരും. ഇത് നോക്കിയേ എത്ര വരുക 48 അല്ലേ 48 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര വരും മൈനസ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് 1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. നോക്കപ്പോൾ 7 പ്ലസ് ഓർ മൈനസ് 1/4
4 എന്ന് എഴുതാം. ഓക്കെ, ബാക്കി നിങ്ങൾക്കറിയാം ഇപ്പം 2-3 ചെയ്തപ്പോൾ നിങ്ങൾ പഠിച്ചത് എന്തായി ചെയ്യുന്നതെന്നുള്ളത്. സിമ്പിളായിട്ടോ, ഫോമുല കാണുമ്പോൾ പേടിക്കൊന്നും വേണം, നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഇപ്പം എന്നാ കിട്ടിയത് 7 ± 1/4 എന്നാണ്. അതായത് 7 പ്ലസ് സൈൻ കൊടുത്തും എഴുതണം, 7 മൈനസ് സൈൻ കൊടുത്തും എഴുതണം. 7 + 1 എത്രയാ? 8/4. അതുപോലെ 7 - 1 6/4. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇത് എത്ര വരും? ഇസ് ഈക്വൽ ടു 2ഉം 3/2. അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടി, 2 and 3/2. അപ്പോൾ നമ്മളോട് വാട്ട് ആർ ദ സൊല്യൂഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സൊല്യൂഷൻ അപ്പോൾ എങ്ങനെ എടുത്തെഴുതണം? x is equal to 2ഉം x is equal to 3/2. ഇതാണ് നമ്മുടെ എഴുതണം സൊല്യൂഷൻസ് ആർ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതണം സൊല്യൂഷൻസ് ആർ x is equal, ചുമ്മാ ഇങ്ങനെ എഴുതിയിട്ടാ പോലെ, x is equal to 2 and x is equal to 3/2. എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഫോർമുല പഠിച്ചിട്ട് അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഡിവിഷൻ അല്ല മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം സൈനുകളൊക്കെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. ശ്രദ്ധ വേറെ പോകരുത്. അങ്ങനെ പ്രോബ്ലം ചെയ്ത സമയത്ത് ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ, കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, ബൈ.